നമസ്കാരം. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ വളരെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു അനുഭവമുണ്ടായി. ഞാൻ എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് വരുന്ന വഴി വെങ്ങല്ലൂർ സിഗ്നൽ കഴിഞ്ഞ് അല്പം മുൻപോട്ട് വന്നപ്പോൾ കാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്തോ ഇഴയുന്നു. നോക്കിയപ്പോൾ ദാ ഈ കാണുന്ന ചേട്ടൻ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. തികച്ചും അപ്രതീക്ഷിതം. തൊട്ടടുത്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ. എങ്ങനെയോ സമചിത്തതയോടെ വണ്ടി സൈഡാക്കി. എൻകൗണ്ടറിംഗ് സച്ച് എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. സ്പീച്ച്ലെസ്. കേരളം പോലുള്ള പ്രകൃതിയോട് അടുത്ത് ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചിലപ്പോൾ സംഭവിക്കാം. അതിനാൽ ഭയപ്പെടാതെ ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത്തരം സാഹചര്യം നേരിടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ശാന്തത പാലിക്കുക. വാഹനം സുരക്ഷിതമായ സ്ഥലത്ത് പാർക്ക് ചെയ്യുക. എൻജിൻ ഓഫ് ചെയ്യുക. പിന്നെ വാഹനത്തിൽ നിന്ന് അകന്ന് നിൽക്കുക. പാമ്പിനെ സ്വയം പിടിക്കാനോ പുറത്തെടുക്കാനോ ഒരിക്കലും ശ്രമിക്കരുത്. പാമ്പ് വിഷമുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പായി അറിയാൻ സാധിക്കില്ല. കേരളത്തിൽ പാമ്പ് പിടിക്കുന്നവരെ സ്നേക്ക് റെസ്ക്യൂ ടീം കണ്ടെത്താൻ സഹായിക്കുന്ന സംവിധാനമാണ് സർപ്പ മൊബൈൽ ആപ്പ്. ഈ ആപ്പ് വഴി സമീപത്തുള്ള പരിശീലനം നേടിയ സ്നേക്ക് റെസ്ക്യൂവേഴ്സിനെ ബന്ധപ്പെടാം. പാമ്പ് വാഹനത്തിനുള്ളിൽ ഒളിച്ചാൽ കണ്ടെത്തുന്നത് ചിലപ്പോൾ വളരെ പ്രയാസകരമായിരിക്കും. പ്രത്യേകിച്ച് എൻജിൻ ഭാഗത്തോ മറ്റേതെങ്കിലും ചെറിയ ഇടങ്ങളിലോ ഒളിച്ചിരിക്കാം. നന്നായി പരിശോധിച്ചിട്ടും പാമ്പിനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്നേക്ക് റെസ്ക്യൂവേഴ്സിൻ്റെയോ വാഹന മെക്കാനിക്കിൻ്റെയോ സഹായത്തോടെ വാഹനത്തിൻ്റെ ഓരോ ഭാഗവും സൂക്ഷ്മമായി പരിശോധിക്കുന്നത് നല്ലതാണ്. അവരുടെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ വാഹനത്തിൻ്റെ അടിഭാഗം വാട്ടർ പ്രഷർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ വാക്യൂം ക്ലീനിംഗ് നടത്തുകയോ ചെയ്യാം. എന്നാൽ ഇത് എല്ലായ്പ്പോഴും സുരക്ഷിതമായി വിദഗ്ധരുടെ സഹായത്തോടെയാണ് ചെയ്യേണ്ടത്. ഭയപ്പെടാതെ ബുദ്ധിപൂർവം പ്രവർത്തിക്കുക. മനുഷ്യജീവിതവും വന്യജീവികളും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം. ജീവിതത്തിൽ കടന്നു വരുന്ന അപ്രതീക്ഷിത സംഭവങ്ങളെ നേരിടുവാൻ നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട്. കൂടുതൽ സഹായകരമായ വിവരങ്ങൾക്ക് ദർശിക്കുക www.withuk.in